ഞാൻ പേടിച്ചേന്. കാണുന്നില്ലല്ലോ, ഇനി ഉണ്ടാകും. പൊട്ടാ ഇന്ന് പണിയില്ല. ബില്ല് മാറി കിട്ടാത്തതിന്റെ പേരില്ലേ പണി ഇന്ന് നിർത്തി വെച്ചേക്കാം. നിന്നെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. നീ ആദ്യം പോയി നല്ലൊരു മൊബൈൽ വാങ്ങിക്കാൻ നോക്കാം. എന്നാ ഞാൻ പോട്ടെ. സാറേ, 2 ദിവസത്തെ പണിക്കാശ് കിട്ടാണ്ടല്ല. എടാ പൊട്ടാ, അതല്ല പറഞ്ഞ ബില്ല് മാറി കിട്ടിയില്ലെന്ന്. നീ നാളെ പണിക്ക് വരുമ്പോ നിന്റെ മുഴുവൻ കാശ് ഞാൻ തന്നിരിക്കും. പോരെ? അയ്യന്റെ കൈ. എന്തൊരു പൊട്ടനാടവൻ. അമ്മേ, ചായല്ലേ? ഓ, ദേ വരുന്നു മോനെ. അല്ല, ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ലേ? മോനെ, അമ്മയ്ക്ക് 2 കയ്യിലുള്ളൂ. അമ്മ പോയി എടുത്തിട്ട് വരാട്ടാ. മോനിവിടെ ഇരിക്കേ. മോനെ, അനു. എന്താ അമ്മേ? എടാ, ഇന്നെങ്കിലും പോണ കാര്യം നടക്കുവാടാ? ഇന്നെന്തായാലും നടക്കും അമ്മേ. ഡയറക്ടർ സാർ എന്നോട് ചെല്ലാൻ പറഞ്ഞല്ലേ. എന്തായാലും എനിക്ക് റോൾ ഉണ്ടാവും. നീ പോയിട്ട് എപ്പ വരും? ഷൂട്ടിംഗ് ഇവിടെ അടുത്തല്ലേ. അഭിനയിക്കാൻ റോൾ കിട്ടിക്കഴിഞ്ഞാ അത് കഴിയുമ്പോ ചിലപ്പോ വൈകും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ വരും. എന്താ വെച്ചാ? മരുന്ന് കഴിഞ്ഞിരിക്ക, അതൊന്ന് വാങ്ങാനാ. അച്ഛാ, എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ, ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കാതെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ? നീ കാണുന്നില്ലേ നിന്റെ ചേട്ടൻ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത്? അതുപോലെ നിനക്കും വല്ല പണിക്ക് പൊക്കൂടെ? നിങ്ങൾ എന്തീ പറയണേ മനുഷ്യ? ആ പൊട്ടൻ കൂലിപ്പണിക്ക് പോയതുകൊണ്ട് ഈ വീട് രക്ഷപ്പെടുമെന്നാണോ നിങ്ങളുടെ വിചാരം? കൊറേ നിങ്ങളും പോയതല്ലേ, എന്നിട്ട് എന്തുണ്ടാക്കി? അതോ ഗതി. അല്ലെങ്കിൽ നിനക്ക് അവനോട് വല്ല സ്നേഹമുണ്ടോ? അവൻ കൊണ്ടുവരുന്ന കാശ് മതി അമ്മയ്ക്കും മോനും. എനിക്ക് ആരോടും ഒരു സ്നേഹക്കുറവുമില്ല. ഞാൻ ഉള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. മോനെ, അമ്മ കഴിക്കുന്നില്ലേ? വരണുണ്ട് പൊട്ട. വന്ന നീ ഇന്ന് പണിക്ക് പോയില്ലേ? എടാ പൊട്ട, നിന്നോടാ ചോദിച്ചത്. നീ ഇന്ന് പണിക്ക് പോയില്ലേന്ന്? അമ്മ, ഇന്ന് പണിയില്ല. സാർ എന്നെ കൊറേ എന്റെ ഫോണിലേക്ക് വിളിച്ച് കോള് കിട്ടാനില്ല എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. 2 ദിവസം പണിക്ക് പോയ കാശ് എവിടെടാ? നാളെ പണിക്ക് ചെല്ലുമ്പോ ഒന്നിച്ച് തരാന്നാണ് അമ്മ എന്നോട് സാറ് പറഞ്ഞത്. അല്ല, ഉച്ചക്ക് എന്തെടുത്ത് ഉണ്ണും? വീട്ടിലാണെങ്കിൽ ഒരു വകയില്ല. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യോടാ? എനിക്ക് വല്ലതറിയാമ്മേ. ഞാൻ പണിയെടുത്ത് കൊണ്ടെന്റെ കാശ് അമ്മടെ അല്ല തരാറ്. നീ ഒരു കാര്യം ചെയ്, എവിടെയെങ്കിലും പോയി അരിയോ ഉച്ചക്കലത്തേക്കുള്ള ചോറോ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. വൈകിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ബാബുവിന്റെ കടയിൽ പോവണ്ട. 2 ദിവസം ചില്ലറ വാങ്ങിച്ചെന്റെ കാശ് കൊടുക്കാനുണ്ട്. ഇനി അങ്ങോട്ട് ചെന്നാലേ അയാൾ എന്തെങ്കിലും പറയും. അമ്മേ, ഞാൻ പോണു. മോനെ, നീ പാല് കുടിച്ചാടാ? കുടിച്ചായിരുന്നു. അമ്മേ, എനിക്ക് ചായതാ. നീ ചായ കുടിച്ചില്ലേ? ഇല്ല അമ്മേ. നീ പണിക്ക് പോകുന്നിടത്ത് ചായ കുടിക്കാറില്ലേ പതിവ്? അത് കാരണം നിനക്കൂടെ ചായ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. എന്നാ എന്റെ ഷർട്ട് എടുത്താ ഞാൻ മേടിച്ചുട്ടരാമ്മേ. നീ പെണ്ണ് കാണാൻ പോകണോ? ഇതങ്ങ് ഇട്ടോണ്ട് പോയാ മതി. ഒരു ഷർട്ട് എടുക്കാൻ നടക്കണ.
പറയട്ടെ, നീ എവിടെ? ഞാനൊരു പണിയിലാടാ. എടാ എനിക്കൊരു 500 രൂപ വേണമായിരുന്നടാ. എന്റെ കാശൊന്നുമില്ല. കുറച്ച് ദിവസം പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിരിപ്പായിരുന്നു. ഇന്നാണ് ഒരു പണി കിട്ടിയത്. നിനക്കിപ്പോ എന്തിനാണ് കാശ്? എടാ വീട്ടിൽ സാധനങ്ങളെല്ലാം തീർന്നടാ. സത്യം പറഞ്ഞ ഉച്ചക്ക് പട്ടിണിയാണ്. എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ലടാ. നീ വിഷമിക്കാതിരിക്കേ. നീ എന്റെ കൂട്ടുകാരനല്ലടാ. നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് ചോറ് പോരെ? ആ കാര്യം ഞാനേറ്റു. നീ ഒരു കാര്യം ചെയ്യ്. കൈപ്പമംഗലത്തുള്ള രാമകൃഷ്ണന്റെ കല്യാണ പന്തൽ പോവാ. ഞാൻ കിച്ചണിലുണ്ടാവും. ചോറിന്റെ കാര്യം ഞാനേറ്റ്. വിനാദം നാദം നാദം വിനാദം നാദം നാദം. മജീദേ, തയ്യാറായിട്ടുണ്ടല്ലോ. നീ ഇവിടെ നിൽപ്പുണ്ടല്ലേ? ആ മജീദേ, ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്ത് പോകും ചിലപ്പോൾ. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പറയാം. എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങളെ ബ്ലോക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ കിട്ട സൈറ്റ്. കാണില്ലല്ലോ ഇവനെ. കുട്ടരാ വാടാ. ഞാൻ ഒരു മിനിറ്റ്. അവിടുന്ന് കുറച്ച് ചോറ് എടുത്താൽ അവനോട് കൊടുത്ത്. അതെ അവിടുന്ന് എന്തോരം ചോറാണ് ഇവിടെ. ഇതുപോലെ ഓ ആകൂടാ. എന്തായി കാണിക്കണ നിങ്ങള്? നിന്നോടെ ചോദിച്ച എന്തായി കാണിക്കണ? അവന് കുറച്ച് ചോറ് കൊടുക്കാൻ. ചോറും കറിയും നീ കൂടുതലൊന്നും പറയണ്ട. അതെ, പണിയെടുക്കാൻ വന്നോ പണിയെടുക്ക. ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. മനസ്സിലായടാ? നിന്നോട് ആരാ പറഞ്ഞ ഈ അലവലാദികളൊക്കെ ഈ വേദിയിലേക്ക് വലിച്ചു കയറ്റാൻ? ഒരുപാട് VIPs വരുന്ന വേദിയാ. ആ ചോറും കൂടി വന്നേ. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഒരുപാട് ചോറും കറിയും ചിലപ്പോ ബാക്കി വരും. അതൊക്കെ ഞാൻ ചിലപ്പോ കുഴി കുടിച്ചങ്ങ് മൂടും. എന്നിരുന്നാലും ശരി, അതുപോലുള്ള തെണ്ടികൾക്ക് ഒരൊറ്റ വറ്റി ഞാൻ കൊടുക്കില്ല. മനസ്സിലാടാ? പണിക്കാരൻ തെണ്ടികളെ കയറ്റി ഇറക്കാൻ കണ്ട ഒരു സ്ഥലം.
എന്തൊരു പോക്കാത്. ഞാൻ അവിടെ നിക്കടാ. എന്തേച്ചി ഒന്നിങ്ങട് വന്നേടാ. ആ എന്തേച്ചി എന്റെ പൊന്നു കുട്ടനല്ലേ, കുറച്ച് വിറകിട്ട് ഒന്ന് കയറി തന്നെടാ. എന്റെ കൈ വിട്, വിറകി എനിക്ക് കാശ് തരുമോ? പിന്നെന്താ, ഞാൻ കാശ് തരില്ല നിനക്ക്. ആ എന്നാ വാ. നീ അപ്പുറത്തേക്ക് വായോട്ടാ. ആ ആ എവിടെ വിറക്? ആ ഇതാ. കൊണ്ടാ. ഓ. 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 അമ്മയോ? അമ്മ അപ്പുറത്തുണ്ടച്ചാ. വനജേ എവിടെ പോയി? നീ എന്ത് കാണാൻ ഇവിടെ? അങ്ങോട്ട് പോയേ. നടക്ക് നടക്ക് നടക്ക്. എടീ, നീ എന്താണ് അവിടെ? നീ ആര് പറഞ്ഞിട്ടാ പൊട്ടനങ്ങട് കയറ്റിയത്? വേറെ ആരെങ്കിലും ആണെങ്കിലേ ഉറുപ്പി 500 കൊടുക്കണം ആ വിറക് കീറണമെങ്കിൽ. ഇവനെ 100 രൂപ കൊടുത്താൽ മതി മനുഷ്യ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 3 പെൺകുട്ടികളുള്ള കാര്യം നീ മറക്കരുത്. ഇവന്റെ ഒക്കെ സ്വഭാവം എപ്പോഴും മാറണമെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായ? നിങ്ങളൊന്നും മിണ്ടാതെ മനുഷ്യ. അവനൊരു പാവാണ്. ഒരു 100 രൂപ എടുത്തേ. എന്റെ കൈ കാശൊന്നുമില്ല. നീ അവൻ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയേ. ദേ ആ പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 2 എടുത്ത് അവന് കൊടുക്ക്. അങ്ങോട്ട് കൊടുക്ക അവന്. ഓ ആ പൊട്ടനെ എന്തൊരു മസില. ഇതൊക്കെ കണ്ട പെണ്ണുങ്ങളെങ്ങനെ നോക്കാണ്ടിരിക്കണേ. കുട്ടാ, എങ്ങനെ ഉണ്ടാവാനാ? ഇതൊക്കെയല്ലേ കുടിക്കണത്. പോട്ടെ പുല്ല്. എവിടെ പോയാവോ? ഇവിടെ അവരോട് പോവോ? മക്കളെ കുട്ടൻ പോയോ? ആ പൊട്ടൻകുട്ടൻ പോയമ്മേ. പോടെ പോട്ടെ. 1 2 3 4 5 6 നിന്നെ എത്ര നേരമാണ് വിളിക്കണത്? എന്റെ ദൈവമേ, ഈ മൊബൈൽ ആരാണോ കണ്ടുപിടിച്ചേ? ഒന്നിട്ട് വേം മാടാ. 1500 രൂപയുണ്ട്. ഇതിലെ സാധനം മുഴുവൻ മേടിച്ചോണ്ട് വരാം. ബാക്കി ആശയം നാളെ കൊണ്ടു നോർത്തോളാം. ആടാ, നീ അവിടെ ചെന്ന് മൊബൈൽ കുത്തി പിടിച്ചിരിക്കാണ്ടേ സാധനങ്ങൾ മേടിച്ച് ഉടനെ വരണം. നിക്ക് നിക്ക് നിക്ക്. മോനെ, ഇതങ്ങട് തലയിൽ വെച്ചോണ്ട് പോയാ കൊണ്ടാ. എന്തൊരു ഭംഗിയെടുപ്പോ. വിട്ടെ. നോക്കിപ്പോ നോക്കി.
എന്താ കുട്ട നീ ആകെ വെട്ടിവാർത്തിരിക്കണത്? പാടാ എന്താ പ്രശ്നം പറയടാ. കുമാരേട്ടാ, എനിക്ക് ഒരു 500 അല്ല 200 വേണമായിരുന്നു കുമാരേട്ടാ. നിനക്ക് ഇപ്പൊ എന്തിന്റെ കാശിന്റെ ആവശ്യം? എനിക്ക് ആവശ്യമുണ്ട് കുമാരേട്ടാ. ഇവിടെ കാശോട് ഒന്നിരിപ്പില്ല. ഉണ്ടായ കാശ് കൊണ്ട് അച്ചക്കൻ കടലിൽ സാധനത്തിന് പോയത്. ഇന്നാണ് കച്ചവടം വളരെ കുറവ്. നീ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. ഇപ്പൊ സമയം 2:30 ആയിട്ടുള്ളൂ. ഒരു 3-3:30 ആകുമ്പോൾ കുറച്ച് കാശ് വരും. അതുവരെ ഇവിടെ ഇരിക്കും. അല്ല നീ ഒരു കാര്യം ചെയ്യും, അകത്തൊരു ബിരിയാണി ചുമ്പം കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും പൈസ വരും. ആ പണിക്കാരി പെണ്ണാണെങ്കിൽ ഇന്ന് വരികയും ചെയ്തില്ല. വിളിക്കട്ടെ. അല്ലടാ, അത്ര പെട്ടെന്ന് കഴിഞ്ഞാ? കഴിഞ്ഞു കുമാരേട്ടാ. അവിടെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട കുമാരേട്ടാ. ഇന്നെന്താ വേണ്ടാത്ത? അതല്ല കുമാരേട്ട, വീട്ടില് അച്ഛനും അമ്മ പട്ടിണി കിടക്കുമ്പോ എന്റെ തൊണ്ടേന്ന് ഇറങ്ങൂല കുമാരേട്ട. പട്ടിണിയാ? എന്തുപറ്റിയടാ? ഞാൻ അച്ഛനും അമ്മക്ക് ചോറ് മേടിക്കാൻ വേണ്ടിയാണ് കുമാരേട്ടൻ്റെ അടുത്ത് 200 രൂപയ്ക്ക് വേണ്ടി വന്നത്. രാവിലെ മുതൽ ഞാൻ കുറച്ച് ചോറിന് വേണ്ടി കിടന്നോട്. നിനക്ക് നേരത്തെ പറയായിരുന്നേ, എന്നാ നിന്നെ കൂടി പണിയൊക്കെ ചെയ്യിക്കൂ. സാരില്ല കുമാരേട്ട, സാരില്ല. ഞാൻ ഈ ചോറ് കൊണ്ട് പോയിക്കോട്ടെ, എനിക്ക് അവനൊപ്പം കഴിക്കാല. മോനെ, നീ ഇത് കൊണ്ടുപോയിക്കോ. നീ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അരി സാധനം കൊണ്ടുവരാം. അതൊക്കെ പോയി. പോട്ടെ. ചോറ് മേടിക്കാൻ പോയവനെ കാണുന്നില്ലല്ലോ. എവിടെ തണ്ടി തിരിഞ്ഞ് കിടക്കുകയാണാവൂ. വിശന്നിട്ട് മനുഷ്യന്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. ഓ വരണുണ്ടല്ലോ പൊട്ടാൻ. എങ്ങോട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ്. ഇത് കുറച്ചല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവട്ടെ. വാ മോനെ. നീ ബിരിയാണി തിന്ന് വന്നിട്ടാണോ ഈ കുറച്ച് ചോറിൽ പിന്നെയും കൈയിട്ട് വരുന്നത്? നിനക്ക് എപ്പോ നോക്കിയാലും തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ള. ഇവിടെ ഇട അവിടെ എഴുന്നേക്ക. അവിടെ വേഗം വരുത്തിന് മോനെ.
എത്രേ? 20 രൂപ. ഓ ശാന്തേച്ചി, ആ എന്താ കുട്ടിങ്ങനെ കിടക്കണത്? ഓ അവൻ എവിടുന്ന് ബിരിയാണി തിന്നു വന്ന് ദേ വയ്യാണ്ട് കിടക്കാണ്. ബിരിയാണിയാ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയണേ? ഇന്ന് രാവിലെ ഒരു പച്ച വെള്ളം കുടിച്ചിട്ടില്ല പാവം. നിങ്ങൾ ഈ കഴിക്കുന്ന ചോറിന് വേണ്ടി എത്ര പേരുടെ ആട്ടും തുപ്പും കൊണ്ടെന്നറിയോ അവൻ? അവൻ എന്തെങ്കിലും ഒരു മകനായി കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ കടയിൽ ബിരിയാണി ചെമ്പ് കഴിയണേ ഞാനോട് കഴിക്കാൻ കൊടുത്ത ചോറ നിങ്ങൾ ഇപ്പൊ ഈ ഇരുന്ന് കഴിക്കണത്. അവൻ എന്നോട് പറഞ്ഞ എന്തെന്നറിയോ? വരട്ടാ, വീട്ടിലവര് പട്ടി കിടക്കുമ്പോ ഈ ചോറിന്റെ ചങ്കീന്ന് ഇറങ്ങില്ലാത്ത ആ പാവത്തെന്തെങ്കിലും ഇപ്പൊ ഇറക്കിവിട്ടത്. ഓ ഈശ്വര, എന്ത് പാപ ഇവനീ ചെയ്തത്? മറിഞ്ഞില്ലടാ, ഒരു നേരത്തെ ചോറിന് വേണ്ടി ഇത്രയും സഹിച്ചെങ്കിൽ ഇത്രയും കാലം എത്ര ബുദ്ധിമുട്ടിയാ ഞങ്ങളെ നോക്കിയത്. അമ്മക്ക് ഇപ്പോഴാ മോനെ മനസ്സിലായത്. അമ്മ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്? വല്ലം കഴിച്ചോളൂ. നാട്ടുകാരെന്നെ വട്ടാ വട്ടാ വിളിച്ചാലും എനിക്ക് വിഷമില്ല അമ്മ. പക്ഷെ എന്റെ അമ്മ അങ്ങനെ വിളിക്കുമ്പോ എന്റെ ചങ്ക് തകഴയാണമ്മ. ഞാൻ വിരൂപനായത് കൊണ്ടാണ് അമ്മനെ സ്നേഹിക്കാത്ത. എന്റെ അമ്മ എന്റെ അമ്മനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഞാൻ. എന്റെ പൊന്നെ, എന്റെ ദൈവമേ.